എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങിത്തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നത്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTCയിലുള്ളതിനകത്ത് ഇവർക്ക് യാതൊരു കാര്യമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ 113 ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ കോർപ്പറേഷൻ, ഗവൺമെൻറ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ്, ഈ 3 കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ഈ എഗ്രിമെൻറ്റിലെ ഒരു ക്ലോസിൽ പറയുന്നു, ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ്, നന്നായി ഓടുന്നുണ്ടോ, എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനകത്ത്. ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTC ആണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTC ആണ്. ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു. ഞാൻ മന്ത്രിയായി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അന്നൊരു വലിയ വിവാദം ഉണ്ടായി, നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. നഷ്ടത്തിൽ തന്നെയായിരുന്നു. അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു, ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം. ഇന്ന് അത് KSRTCയുടെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ഒരു പ്ലാനിങ്, ഞങ്ങളുടെ ഒരു ഷെഡ്യൂളിംഗ് എല്ലാം വെച്ചുകൊണ്ട് ഇന്ന് 8500 മുതൽ 9000 രൂപ വരെയാണ് ശരാശരി ഒരു ബസ്സിൻ്റെ വരുമാനം. ഇത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം. ഈ 2500 നിന്ന് 2 വർഷം കൊണ്ട് 8000, 2 വർഷമല്ല അതിനു മുമ്പേ ആയി കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 8000 മുതൽ 8500, 9000 രൂപ വരെ നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു. പിന്നെ ഈ ന്യൂസ് 18 പോലുള്ള ചില ചാനലുകൾ പറയുന്നത് KSRTCക്ക് പണി കിട്ടിയെന്നാണ്. മണ്ടത്തരം പറയരുത്. KSRTC നഷ്ടത്തിലേക്ക് വന്നത് ഇതുകൊണ്ടൊന്നുമല്ല. ഇതൊരു നിസ്സാര കാര്യമാണ് KSRTC സംബന്ധിച്ച്. KSRTCയുടെ വരുമാന വർധനം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലുള്ളതാണ്. KSRTC എല്ലാ ഡിപ്പോയും ലാഭത്തിലാക്കിയെന്ന് KSRTCയുടെ CMD തന്നെ പറഞ്ഞു. അത് ഈ വണ്ടി ഓടിയിട്ടാണ്. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം, ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിൻ്റെ ടയർ 40,000-45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത കെട്ടണം, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേൻ്റെ ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിൻ്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരുന്നു. കോടി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 28 ലക്ഷം. ഇതിൻ്റെ വില 1 കോടി രൂപയാണ് ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ, 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. ജനങ്ങൾ മനസ്സിലാക്കാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോട് പറയുകയാണ്. 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതില്ല. ഇപ്പം 8000 രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ 42 രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നത് 27 രൂപ, 26 രൂപയായിരുന്നു. ഇപ്പോഴത് 42 വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് 50-ന് മേളിൽ EPK കിട്ടുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വണ്ടികൾ. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല.
ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല, അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം, മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾക്ക് കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഈ ഗ്രാമപ്രദേശം പോത്തങ്കോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ്. കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ്, നമുക്ക് ബസ് സ്റ്റേഷനുണ്ട്. കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട്. ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തങ്കോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യണ്ടേ നഗരത്തിലേക്ക്? നെയ്യാറ്റിൻകരയുള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനംകൂടെ ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റത്തില്ല. കെ എസ് ആർ ടി സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്രക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്, ബാറ്ററി വണ്ടി. അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല. പിന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ 113 കിലോമീറ്റർ വണ്ടികളിൽ 3-4 കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഇതിൻ്റെ GPS പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒയ്ക്കാണ്. അവർക്ക് അപ്പോഴപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കില്ലേ, കണ്ടോളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല. ഞാനൊരു കാര്യം പറയുന്നു, കേരളത്തിലെ ജനങ്ങളെ, തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് CMDക്ക് കൊടുത്താൽ മതി. 24 അവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും. പകരം 113 വണ്ടിക്ക് പകരം 150 വണ്ടി, അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു. പറഞ്ഞാൽ 24 മണിക്കൂർ പറഞ്ഞാൽ 24 മണിക്കൂറിൽ ഈ 150 വണ്ടിയും സിറ്റിയിലുണ്ടായിരിക്കും, ഓടിയിരിക്കും. അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും, നെടുമങ്ങാടെന്ന് ഓടിക്കും. നെടുമങ്ങാടെന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, നെയ്യാറ്റിൻകരയുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, ബാലരാമപുരത്തുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക. എഗ്രിമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട്, പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വായിച്ചു നോക്കുക, പഠിക്കുക, പഠിച്ചിട്ട് മറുപടി പറയുക. ഞാൻ പറഞ്ഞില്ല, എന്നിട്ടും തൃപ്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ KSRTC തയ്യാറാണ്. CMDക്ക് എന്നെപ്പോലും കാണണ്ട, CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ. 24 അവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവർ ഞങ്ങളതാണ്, കണ്ടക്ടർ ഞങ്ങളതാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളതാണ്, എല്ലാം ഞങ്ങളതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. അതൊക്കെ അവരുടെ കാര്യം, എനിക്കറിഞ്ഞൂടാ. അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവർ നടത്താം. ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല. നമ്മൾക്ക് വേണ്ടാന്നുള്ളതാണ്. നമുക്ക് ഇതുകൊണ്ടാണ് KSRTC ജീവിക്കുന്നതെന്ന് ന്യൂസ് 18 പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത്. KSRTCയുടെ ലാഭം ഇവിടെയല്ല. KSRTCയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്നത് കേരളം മുഴുവനാണ്. ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ KSRTC ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണ്. അല്ലാതെ ഇതുകൊണ്ടെന്തോ KSRTCക്ക് ഒരു പണി കിട്ടി, ഒരു പണിയില്ല, എടുത്തോ. അടുത്ത വണ്ടി 113 പകരം 150 വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. പറഞ്ഞാൽ ചെയ്തിരിക്കും, ഒരു സംശയമൊക്കെ വേണമെങ്കിൽ എടുത്തു. അല്ല, ലോഹ്യത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ. നമ്മൾ ഓടിക്കുന്നതിന് ഒരു വിരോധമില്ല. ഇങ്ങനെ പോകട്ടെ, ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് ഡെമോക്രസിയാണ്. അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക. എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നല്ലോ. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരുന്നല്ലോ. എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ സത്യത്തിൽ മാധ്യമങ്ങളിൽ കണ്ടു, ഞാൻ നേരിട്ട് കണ്ടതുമില്ല. പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി. പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. നമ്മൾ റെഡിയാണ്. ഇതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുന്നത്? എടുത്തോളൂ. 113 വണ്ടി 24 മണിക്കൂറിനകം തിരിച്ചു തരാം. അവിടെ ഏൽപ്പിച്ചേക്കാം. എവിടെയാണെന്ന് പറയണം. പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടിടാൻ, ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും. കാരണം 250 വണ്ടി വരെയല്ലേ. അവർക്ക് പ്രൈവറ്റ് ബസ് ഓടുന്നതൊക്കെ ഓടാൻ കുഴപ്പമൊന്നും, അതൊന്നും കുഴപ്പമില്ല. അതിലൊന്നും ഒരു വിരോധമില്ല. പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ, ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം. നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ. KSRTC ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത്. KSRTC ഇതുകൊണ്ടല്ല ജീവിക്കുന്നത്. ശരി, ഓക്കെ, താങ്ക് യു. ഒരു വണ്ടിയും പോയിട്ടില്ല. മൂന്നാറിലൊന്നും ഈ വണ്ടി പോകില്ല. എങ്ങനെ പോകുന്നത്? ഇത് 100-150 കിലോമീറ്ററിൽ ഓടാൻ പറ്റൂ മാക്സിമം ഒരു ദിവസം. അതുപോലും ഓടില്ല. ഈ സാധനം മൂന്നാറിൽ എങ്ങനെയാണ് പോകുന്നത്? ബാറ്ററി കൊണ്ടുവന്ന് മൂന്നാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വെറുതെ പറയുന്നതാണ്. ഇത് തിരുവനന്തപുരം സിറ്റി വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. 2 വണ്ടി ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ വാങ്ങിയ 50 വണ്ടിയിൽ 2 വണ്ടി തൃശ്ശൂർ മൃഗശാലയിൽ ഓടിക്കാൻ വേണ്ടി, മൃഗശാലയ്ക്കകത്ത് ഓടിക്കാൻ വേണ്ടി
കൊടുക്കാം എന്ന് വനം വകുപ്പിനോട് സമ്മതിച്ചിട്ടുണ്ട്. അത് റവന്യൂ മിനിസ്റ്റർ കൂടി റിക്വസ്റ്റ്, വനം മന്ത്രിയുടെ റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട് 2 വണ്ടി വാടകയ്ക്ക് അവർക്ക് ഓടിക്കാൻ കൊടുക്കും. അത് KSRTC വണ്ടിയാണ്, അത് കൊടുക്കും. അത് ഇവിടുന്ന് ലോറി കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഏത് അത് കൊണ്ടുപോകാൻ പറ്റില്ല, ചാർജ് ചെയ്യണ്ടേ, വഴിക്ക് ചാർജ് ചെയ്യണ്ടേ. പിന്നെ ഇവർ വാങ്ങിച്ചിരിക്കുന്ന വണ്ടിയുടെ ചാർജർ എന്ന് പറയുന്നത് ലോകത്ത് ഇവർക്കല്ലാതെ വേറെ ആർക്കുമില്ല, യൂണിവേഴ്സൽ ചാർജറല്ല. അതുകൂടി മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എല്ലാ വണ്ടിയും ഇപ്പോൾ വരുന്ന അങ്ങനെ, ഇപ്പോൾ യൂണിവേഴ്സൽ ചാർജറാണ്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റും. മൂന്നാറിലേക്കൊന്നും അത് പറയുന്നതന്നെ ആരും അബദ്ധം പറഞ്ഞു കൊടുത്താൽ മൂന്നാറിലേക്കൊന്നും പോകാൻ ഓടില്ല. നിങ്ങൾ KSRTC ഡ്രൈവർമാരോട് തന്നെ ചോദിക്കും, ഈ വണ്ടി മൂന്നാർ വരെ ഓടിക്കാൻ പറ്റും?